നമസ്കാരം. ഗോ ടു യുവർ ക്ലാസ്സസ് സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പഴയൊരു സിനിമാ വാചകമാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമല്ല, എന്നാലും എ ഓട്ടോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നതാണ് ഗോ ടു യുവർ ക്ലാസ്സസ്. ഇന്ന് നമുക്കൊരു ക്ലാസ്, സാധാരണ പറയുന്നതിന് വ്യത്യസ്തമായ ഒരു ക്ലാസ്സാണ് ഇന്നത്തത്. ഞാൻ നല്ല അധ്യാപകനൊന്നുമല്ല. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഏറ്റവും നല്ല പ്രൊഫഷൻ അധ്യാപകരുടേതെന്നാണ്. വിയോജിപ്പുണ്ട്. ഏറ്റവും നല്ല പ്രൊഫഷൻ അധ്യാപകരെ പോലും ശരിയായ രീതിയിൽ മാർഗത്തിൽ നയിക്കാൻ കഴിയുന്ന പോളിറ്റീഷ്യൻസാണ്. ഏറ്റവും നല്ല പ്രൊഫഷൻ അവരാണ്. കാരണം അവരുടെ തീരുമാനമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, വിദ്യാഭ്യാസം, ക്വാളിറ്റി എല്ലാം തീരുമാനിക്കുന്നത് പൊളിറ്റീഷ്യൻസാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രൊഫഷൻ പൊളിറ്റീഷ്യൻസാണ്. അവർ നന്നായാൽ നാട് നന്നാവും, അവർ മോശമായാൽ അത് കഴിഞ്ഞിട്ടൊരു പക്ഷേ അധ്യാപകർ വരും. അവരെത്രത്തോളം കുട്ടികളെ ഗ്രൂം ചെയ്യുന്നതനുസരിച്ച് ഒരു ജനറേഷൻ തന്നെ രക്ഷപ്പെടും, അല്ലെങ്കിൽ നശിച്ചു പോകും. ആ അർത്ഥത്തിൽ രണ്ടാമത്തെ ലെവലിൽ നമുക്ക് അധ്യാപകരെ നിർത്താം. ഇവിടെ അത്തരം ഒരു അധ്യാപകന്റെ ജോലിയാണ് ഞാനിന്ന് ഏറ്റെടുക്കുന്നത്. എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റും ഈ ക്ലാസ് എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നലെ നമ്മുടെ ഇവിടെ നിന്ന് പോയ MSC വിക്ടോറിയ എന്ന് പറയുന്ന കപ്പൽ നേരെ പോകുന്നത് സിംഗപ്പൂരിലോട്ടാണ്. പെട്ടെന്ന് ഞാൻ അതിൻ്റെ സ്പീഡ് എല്ലാം നോക്കാറുണ്ട്. സ്പീഡ് ഡ്രാഫ്റ്റ് ഒക്കെ നോക്കുമ്പോൾ സ്പീഡ് 20.2 നോട്ട്. അത് അപൂർവമാണ്. അങ്ങനെ ഒരു സ്പീഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ എനിക്ക് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്കെന്തായാലും ആദ്യമായിട്ടാണ് 20.2 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സ്പീഡ്. നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ, കുറെ കഴിയുമ്പോൾ എടുക്കുമായിരിക്കും, പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 20.2 കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി, ഒരു വിദ്യാർത്ഥിയായി. എന്താണ് ഈ പറയുന്ന സ്പീഡ് ഇത്രയും കൂടുതൽ വരാൻ കാരണം? അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, ക്യാപ്റ്റൻ ബിനോയ്. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക. കുറെ കാലം മുമ്പ് ടാങ്കറിലൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ റിയാസ്. ഇപ്പൊ അദ്ദേഹം അധികം സെയിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ക്യാപ്റ്റൻ ബിനോയെ ശല്യപ്പെടുത്തുന്നത്. ക്യാപ്റ്റൻ ബിനോയ് എപ്പോഴും എന്ത് ചോദിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പതിവില്ലാതെ ഇത്രയും വേഗതയിൽ ഇവിടുന്ന് പോയ MSC വിക്ടോറിയ ഇത്രയും സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് സംസാരിക്കുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. വി യൂസ് ടു സെയിൽ വിത്ത് ദാറ്റ് സ്പീഡ്. ആ സ്പീഡിൽ ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട്. ആവറേജ് സ്പീഡ് ഈസ് അറൌണ്ട് 20 knots. പക്ഷെ തുടക്കത്തിൽ അത് വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ആവറേജ് സ്പീഡ് ഈസ് അറൌണ്ട് 20 knots. വേരിയസ് ഫാക്ടേഴ്സ് അഫക്ട് ഓൺ ദ സ്പീഡ് ഇഫ് ഷീ ഈസ് സെയിലിംഗ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഒഴുക്കിന് അനുകൂലമായിട്ടാണ് കപ്പൽ അവൾ സഞ്ചരിക്കുന്നതെങ്കിൽ, if she sailing along the direction of current and the speed of the current is 3 knots, ഒഴുക്ക് അതിൻ്റെ വേഗത ഒരു 3 knots ഉണ്ടെങ്കിൽ, then we will get speed making good. കുറച്ചുകൂടെ വേഗതയിൽ കപ്പലിനെ ഓടിക്കാൻ പറ്റും. ഡിസൈൻ സ്പീഡ് പ്ലസ് സ്പീഡ് ഓഫ് ദ കറന്റ്. കപ്പലിന്റെ ഡിസൈൻ ചെയ്യപ്പെട്ട സ്പീഡ് അതോടൊപ്പം കറണ്ടിന്റെ സ്പീഡ്, then the speed will be 20 plus 3, 23 knots. കപ്പലിന്റെ യാത്രയ്ക്ക് അനുകൂലമായ ആ ഭാഗത്തോട്ട് തന്നെയാണ് ഒഴുക്കെങ്കിൽ കപ്പലിന്റെ ഡിസൈൻ സ്പീഡായ 20 നോട്ട് പ്ലസ് ഒഴുക്കിന്റെ സ്പീഡായ 3 നോട്ട്, അങ്ങനെ 23 നോട്ടിലൊക്കെ ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ആൻഡ് ഇഫ് വി ആർ സെയിലിംഗ് എഗൻസ്റ്റ് ദ കറന്റ്, നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ്, കറന്റിന് ഒഴുക്കിനെതിരെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, and if we are sailing against the current, the speed making good will be 20 minus 3, 17 നോട്ടാവും. 3 നോട്ട് കുറയും. കാരണം എന്താണ്? ഈ ഒഴുക്കിനെ അതിജീവിച്ചാണ് ബുൾബസ് ബേ അല്ലെ, എന്താണ് പറയുക, അങ്ങനെ ബുൾബസ് ബേ അല്ലെ, ഒഴുക്കിനെ അതിജീവിച്ച് ഇടിച്ച് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്പീഡ് കുറയും, 17 നോട്ടായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടാണിതെന്നുള്ളത് സാധാരണയാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എത്രയും സ്പീഡ് എടുക്കാറുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇത് കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ അവർക്ക് കിട്ടിയ വാർണിംഗ്, വേവ് ഹൈറ്റ് ഈസ് ഇൻക്രീസിങ് ഫ്രം 29. എന്താണ് ഇന്ന് 27 അല്ലേ, 27. 2 ദിവസം കഴിയുമ്പോൾ ഇത് കൂടുകയാണ്, ഇതിന്റെ ഹൈറ്റ് കൂടുകയാണ്. വേവ് ഹൈറ്റ് ഈസ് ഇൻക്രീസിങ് ഫ്രം 29. പ്രോബബ്ലി ദാറ്റ് കുഡ് ബി ദ റീസൺ. ഈ കടലിന്റെ
വേവിലുണ്ടാകുന്ന മാറ്റത്തെ അതിജീവിക്കുവാൻ അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിച്ച് ആ അപകടം മറികടക്കാനാണ് വിക്ടോറിയ ക്യാപ്റ്റൻ തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് ദർ ഇസ് എ റഫ് വെദർ വാർണിംഗ് നിയർ കേപ്പ്, നമ്മുടെ കന്യാകുമാരി പരിസരത്ത് ഒരു റഫ് വെദർ വാർണിംഗ് ഉണ്ടെങ്കിൽ then the vessel will run with full speed before the rough weather catches the vessel. നെഗറ്റീവായിട്ടുള്ള വെതർ ബാധിക്കുന്നതിന് മുമ്പ് കപ്പൽ ആ പ്രദേശം മറികടക്കാൻ, നമ്മുടെ കന്യാകുമാരി മേഖല മറികടക്കാൻ ശ്രമിക്കും. ആൻഡ് ഇൻ കേപ്പ് വി വിൽ ഗെറ്റ് ബീം സ്വെൽ, കപ്പലിന് നേരെ എതിരെ വരുന്ന വലിയ സ്വെൽ, ബീം സ്വെൽ ഒരു കുഴപ്പം പിടിച്ച സ്വെല്ലാണ്, വിച്ച് വിൽ ക്രിയേറ്റ് ഹെവി റോളിംഗ് ടു ദ വെസൽ, കപ്പലിനെ ഉലയ്ക്കും. which will create heavy rolling to the vessel, especially when doing slow steaming. വേഗത കുറച്ചാണ് പോകുന്നതെങ്കിൽ കപ്പലിനെ എടുത്ത് കറക്കും, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കപ്പലിനെ എടുത്ത് കറക്കും, അല്ലാതെ ഉലയ്ക്കും. അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്യാപ്റ്റൻ എംബസി വിക്ടോറിയയുടെ ക്യാപ്റ്റൻ വേഗതയിൽ പോയത്. ഇൻ സച്ച് കേസ് വാട്ട് വി ഡു ഈസ് ടു റൺ വിത്ത് മാക്സിമം സ്പീഡ് ആൻഡ് എൻറ്റർ ഇൻ ടു മലാക്ക സ്ട്രേറ്റ്. ഈ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താ ചെയ്യുക? ഒരു അഭയസ്ഥാനം, വളരെ വേഗതയിൽ സഞ്ചരിച്ച് മലാക്ക എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രത്തിലോട്ട് അടുക്കാൻ ശ്രമിക്കും. മലാക്ക സ്ട്രേറ്റ് ഇസ് എ വെരി വെൽ ഷെൽട്ടേർഡ് ഏരിയ വിത്ത് ലെസ് സ്വെൽ ആൻഡ് വേവ് ഹൈറ്റ്സ്. ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ മലാക്ക അപ്പുറവും ഇപ്പുറവും ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. വലിയ വേവ് ഹൈറ്റ്സ് ഉണ്ടാവാറില്ല. അല്പം സുരക്ഷിതമായി അവിടെ പോയി പിന്നെ വേഗത കുറച്ച് സ്ലോ സ്പീഡിൽ പോയി ഈ പറയുന്ന ETA അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഈ കപ്പലുകൾ പോയപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. 29-ാം തീയതി നമ്മുടെ ഇവിടെ സ്വെല്ല് കൂടുന്ന ചിത്രവും അദ്ദേഹം അയച്ചു തന്നു. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായ കാര്യമാണ്. നമ്മൾ ആദ്യമായി 20.2 കണ്ടപ്പോൾ ഇത്രയും കാര്യം പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും തോന്നി. ഇത് അധ്യാപക വേഷത്തിലെത്തിയ ക്യാപ്റ്റൻ ബിനോയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതും സിംഗപ്പൂരിലോട്ട് പോയ ഒരു കപ്പൽ, ടാങ്കറാണെന്ന് തോന്നുന്നു. ആ ടാങ്കറിന്റെ അടിയിൽ ഏകദേശം ബ്ലിസ്റ്ററിംഗ് ബാർണക്കിൾസ്, ചെറിയ പ്രായത്തിൽ ഈ വാക്ക് കുറെ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നടക്കാറുണ്ട്, ബ്ലിസ്റ്ററിംഗ് ബാർണക്കിൾസ്. അന്ന് ഇതൊന്നും മനസ്സിലായില്ല എന്താണെന്ന്. ടിൻഡിൻ എന്ന് പറയുന്ന ഒരു കോമിക്കിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റൻ ഹഡിൽ എന്ന മറ്റാണ് പേര് തോന്നും. അദ്ദേഹത്തിന് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ അദ്ദേഹം ഉച്ചരിക്കുന്ന വാക്കാണ് ബ്ലിസ്റ്ററിംഗ് ബാർണക്കിൾസ്. എന്താണ് ഈ ബാർണക്കിൾസ് എന്ന് അന്ന് മനസ്സിലായി. ഇന്നിപ്പോൾ ഞാൻ ഈ ബാർണക്കിൾ എന്നുള്ള വാക്ക് കണ്ടപ്പോൾ ഞാൻ നോക്കി, കപ്പലിന്റെ അടിത്തട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കക്ക, നമ്മുടെ ചിപ്പി, അത്തരത്തിൽ ഏകദേശം 2100 ഇനം കടലിലുണ്ടെന്നാണ് പറയുന്നത്. ഈ നിശ്ചലമായി നിൽക്കുന്ന ഏത് ഒബ്ജക്റ്റിലും, നമ്മുടെ റീഫിലൊക്കെ വന്ന് പിടിക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ 10 സെന്റിമീറ്ററോളം ഒരു കപ്പലിൽ നിന്ന് ഇളക്കിയെടുത്ത ഈ കക്ക, മലയാളത്തിൽ പറഞ്ഞ കക്ക, ബാർണക്കിൾസ്, അതിന്റെ ലെങ്ത് 10 സെന്റിമീറ്ററോളം അത് വളർന്നു. എങ്ങനെ വളർന്നു? ഈ കപ്പൽ നിശ്ചലമായി മാസങ്ങളോളം നമ്മുടെ ഹോർമോസ് പ്രശ്നം കാരണം ഗൾഫിനകത്തായി പോയി. നിശ്ചലമായി നിന്നതുകൊണ്ട് ഈ പറയുന്ന ചിപ്പി, പവിഴ, പുറ്റുകൾ എല്ലാം കപ്പലിൽ പിടിച്ചിട്ട് അതിന്റെ നീളം സ്കെയിൽ വെച്ച് അവർ അളന്ന് കാണിക്കുന്നുണ്ട്. 10 സെന്റിമീറ്ററോളം ഉണ്ടായി. അപ്പോൾ ഈ കപ്പൽ നിശ്ചലമായി കിടന്നാൽ, ഓട്ടത്തിലും ഇത് സംഭവിക്കാറുണ്ട്, എന്നാലും നിശ്ചലമായി കിടന്നാൽ വളരെ വേഗതയിൽ അവ വളരും. അത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സ്പീഡിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. 20 മീറ്റർ സ്പീഡിലൊക്കെ ക്യാപ്റ്റൻ ഓടിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ഫ്യൂവൽ കത്തും. അതാണ് പറയുന്നത്, ടാങ്കേഴ്സ് ആർ അറൈവിംഗ് വിത്ത് ഹൾസ് ഡീപ്ലി എൻക്രസ്റ്റഡ് വിത്ത് ബാർണക്കിൾസ് ആൻഡ് ഹെവി മറൈൻ ഗ്രോത്ത് that threaten to reduce fuel efficiency and performance and drive up emissions. ഒരുപാട് ഫ്യൂവൽ കത്തും. കാരണം ഇത്രയും കപ്പലിന് ചുറ്റും ഇതെല്ലാം പിടിച്ചിരിക്കുമ്പോൾ അതെല്ലാം ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. സ്മൂത്തായിട്ടുള്ള ഒരു സെയിലിങ്ങിനെ തടസ്സപ്പെടുത്തി, അപ്പോൾ കൂടുതൽ ഫ്യൂവൽ കത്തിച്ചാൽ മാത്രമേ ഓടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാർണക്കിൾസിനെയൊക്കെ എടുത്തു മാറ്റണം. അതിനെക്കുറിച്ച് ഒരു സുഹൃത്ത് ബെന്നി സെബാസ്റ്റ്യൻ കല്ലൂർ, അദ്ദേഹം ഒരു കുറിപ്പ് അയച്ചിട്ടുണ്ട്. സാർ, പറയുന്നത് പോലെ വളരെ കാലങ്ങളായി കൊച്ചി തുറമുഖത്ത് പുറംകടലിലും തുറമുഖത്തിനകത്തും കപ്പലുകളുടെ നിരന്തരമായി ചെയ്യേണ്ട ചിപ്പിംഗ്, അതാണ് ഇതിനെ എടുത്തു മാറ്റുന്നതിനുള്ള പേരാണ് ചിപ്പിംഗ് ആൻഡ് പെയിന്റിംഗ്. അത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പുറംകടലിൽ പോയി ചെയ്തു വന്നിരുന്നത് കൊച്ചിയിലെ
മത്സ്യത്തൊഴിലാളികളാണ്. നമ്മൾ പറഞ്ഞല്ലോ കപ്പൽ മെയിൻ്റനൻസിന് ഒരുപാട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതികരണമാണ് ശ്രീ ബെന്നി അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് തൊഴിലവസരങ്ങളായി മാറുന്നതിന് വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയുന്നത്, ചെയ്യേണ്ട ഷിപ്പിംഗ് ആൻഡ് പെയിന്റിംഗ് അത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പുറംകടലിൽ പോയി ചെയ്തു വന്നിരുന്നത് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സ്കില്ലുള്ളത്, ഇതിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒന്നാം തരം തൊഴിലവസരം മത്സ്യത്തൊഴിലാളികൾക്ക് വരികയാണ്, അത് ഉപയോഗപ്പെടുത്തണം. അതുപോലെ കപ്പലിലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ജോലികളിൽ വിദഗ്ധരായവർ കൊച്ചിയിൽ വരുന്ന കപ്പലുകളിൽ അത്യാവശ്യ ജോലികൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുണ്ട്. കൂടുതൽ കപ്പലുകൾ വരുന്നതോടുകൂടി ഇത്തരം തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. അപ്പോൾ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, മെയിൻ്റനൻസ് കേന്ദ്രം വളരെ അത്യാവശ്യമാണെന്നും അത് നമ്മുടെ നാട്ടിൽ തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതലാക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ശൈലിംഗമന്ത്രി നടത്തിയതിനെ സാധൂകരിക്കുന്ന നിർദ്ദേശമാണ്, അഭിപ്രായമാണ് ശ്രീ ബെന്നി സെബാസ്റ്റ്യൻ കലൂർ കുറച്ചു ദിവസമായി എഴുതിയിട്ട് ഞാനത് കണ്ടപ്പോൾ തന്നെ സൂക്ഷിച്ചു വെച്ചു. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇന്നത്തെ എപ്പിസോഡിലൂടെ സാധിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു.